ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മൾ ജോർജിയയിൽ ഫസ്റ്റ് ഡിസെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏത് ഡിസെക്ഷനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹേർട്ടിൻ്റെ ഡിസെക്ഷനാണ് പോകുന്നത്. എൻ്റെ കൂടെ അശ്വിനി ഉണ്ട്. അപ്പം ഇന്നതാണ് പരിപാടി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻജോയ് ചെയ്യുമെന്ന്. കാരണം ഞാൻ കുറേ എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ നിങ്ങൾക്കറിയാലോ, കടാവ സിസ്റ്റം ഇല്ല. സോ ഔട്ട്സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും വർക്ക്ഷോപ്പ് നടത്തുമ്പോഴാണ് നമുക്ക് അവസരം കിട്ടുന്നത്. ആൻഡ് നമ്മുടെ വെരി ഫസ്റ്റ് നമുക്ക് താങ്ക്സ് ഒരാളോട് പറയാനുണ്ട്. നമുക്ക് ഫ്യൂച്ചർ ഫാക്ടറിയോട് താങ്ക്സ് പറയാനുണ്ട്. സോ ഇൻവൈറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഗൈസ്, നമുക്ക് ഈ ഡിസെക്ഷൻ ആരാണ് അറേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ എജുഗ്രാമാണ്. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ ഫാക്ടറിയുടെ ഇൻവിറ്റേഷനിലാണ് പോകുന്നത്. സോ എജുഗ്രാമിനും ഫ്യൂച്ചർ ഫാക്ടറിക്കും ഷൗട്ട് ഔട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിന്. സോ നമ്മൾ ഇപ്പോൾ എത്താറായി. നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിന് പോകണമെന്ന്. പക്ഷേ നമ്മൾ തിരക്ക് കാണാൻ പോകാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കറക്റ്റ് നമുക്കെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ നമ്മളത് മിസ് ഔട്ട് ചെയ്തില്ല. സോ നിങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പം അടുത്തടുത്തുള്ള ഇവൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്കൊരു ഇതാവുമല്ലോ, എക്സ്പീരിയൻസ് ആവും. ലെറ്റ്സ് സീ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് രാവിലെ ലാബ് കോട്ട് തേച്ചിട്ട് ഞാൻ കരിയിച്ച് കളഞ്ഞു. Pericardium has other functions also, like to keep the heart, in its place, and also to prevent friction while it's beating. Now, the pericardium has. Let's listen to the presentation. Yeah, we will be doing mitral valve replacement as our first workshop. So I'll be demonstrating how you do it. So now we are trying to mimic a prosthetic valve replacement. So this will be the prosthetic valve. It obviously does not have flaps, but this is what we're going to use. So now surgeons usually use the horizontal microsurgery technique to suture the heart, because that kind of technique distributes the tension evenly and prevents the heart tissue from tearing, basically. ഗൈസ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കാം. നമ്മുടെ പുറകിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും എക്സൈറ്റഡ് ആവുക. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടു ബൈതലാണ്. The heart. Okay. This is the anterior view, and this is the posterior. So anteriorly, you can see the left ventricle. This is the right ventricle. This is the right atrium, and this is the the reflex suture. That's what we are doing here. How to do it? First, you take a bite. Okay. Took a bite, and then take another here. Clear? You come out. And then tie it. Okay, you can now tie it off. Yeah, perfect. എന്നിട്ട് അത് വിട്ട് ഇനി ഞാൻ കാണിച്ചാൽ ടൈ ചെയ്തു. ത്രെഡിൽ ഫോഴ്സ് കൊണ്ടു മറ്റേ കൈ കൊണ്ട് ത്രെഡ് എടുക്കുന്നത്. With this hand, 3 പ്രാവശ്യം. And then open. ഓക്കെ. ഏതാ വലിക്കണ്ടേ? ഓക്കെ ഓക്കെ. ട്രെയിനറായിരുന്നു അത്. എനിക്ക് പറഞ്ഞ ട്രെയിനറായിരുന്നു. സോ ഇതിന് നല്ല നാട്ടമുണ്ട്. ഇത് ടൈറ്റായും
ഹാർട്ടിനടുത്തില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ താഴെ കുറച്ചൊക്കെ ആ അവിടെ എന്നിട്ട് What's your name? My name is Fatima. Fatima's vlog? Yeah. Hi, Fatima's vlog. She's one of the trainer, by the way. You're from which state? You're from Chennai. Oh, she's from Chennai. And she's a fifth year in TSMU. How's Georgia and TSMU? TSMU is nice. Stressful, sometimes nice, sometimes hard. Yeah. So she's the one of the trainer. നമ്മളെ പഠിപ്പിച്ച ട്രെയിനർ ഇതാണ്. She's but among them. You teach that table, right? ഇതാണ് ക്യാമറമാൻ ഇവിടെ. എന്തോ കുറച്ച് റിവ്യൂ എടുത്തിരുന്നു. സോ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്ഥലം ഫിൽ ചെയ്യുവാണ് നമ്മളിപ്പോൾ. അശ്വിനി എങ്ങനെ ഉണ്ടായിരുന്നു സെക്ഷൻ പറയൂ. സംസാരിക്കും. അശ്വിനി എന്റെ കോപ്പി അടിച്ചിരുന്നു ഗൈസ്. വാട്ട് ഈസ് ദിസ് അശ്വിനി? 3 വർഷമായിട്ട് ഹൃദയം പഠിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾക്കൊരു കാര്യമാണ്, എൻ്റെ കൈ ആദ്യം വിറച്ച്. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കൈ ആദ്യം വിറച്ചു. അശ്വിനി ഇംപ്രസ് ചെയ്ത് കളഞ്ഞു. She want to become a cardiac thoracic. Even I want to. So what do you think the troponin levels will say? Are you able to understand it? I mean, if you are not able to understand it, okay. So we did the ECG, and we see there's an ST segment elevation in the leads B2, B3, and before EMS arrived, which provided no relief. Aspirins are not helping. Now, past medical history. You blew the balloon, and you blew the outer balloon a bit. സോ ഗൈസ്, നമ്മളുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു, ഡൈസെക്ഷൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞു, ഹെയർ ഡൈസെക്ഷൻ ആയിരുന്നു. മക്കളെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഐ എം വെരി ഗ്ലാഡ് ഞാൻ ഇന്ന് പോയതുകൊണ്ട്. എനിക്ക് അതിന് മുമ്പ് ഇത് കണ്ടക്ട് ചെയ്ത ആൾക്കാർക്ക് ബിഗ് ഷൗട്ട് ഔട്ട്. എജുഗ്രാം ആണ് ഇത് കണ്ടക്ട് ചെയ്തത്. ആൻഡ് സ്കോളേഴ്സ് network.ge ആണ് ഇതിൽ ട്യൂട്ടറായിട്ട് വന്ന ആൾക്കാർ. അവരെല്ലാം TSMലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അത്ര എനിക്ക് പറയാം, ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഡൈസെക്ഷനാണ്. അപ്പോൾ എനിക്കിതിൽ സിമ്പിളായിട്ടുള്ള ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. നമുക്കത് എൻ്റെ 4th ഇയറിലാണ് യൂണിവേഴ്സിറ്റി ഫ്യൂച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. സോ ഞങ്ങൾ അവരോട് പറഞ്ഞു നമുക്ക് ഫ്യൂച്ചേഴ്സ് അറിയില്ല. സോ ദേ ലൈക്ക് അവർ ഫ്യൂച്ചറിങ് കിറ്റ് എടുത്തുകൊണ്ട് വന്നു, ബേസിക് ഫ്യൂച്ചറിങ് നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ ഹേർട്ടിലോട്ട് പോയത്. ഞാനൊരു ഓവർവ്യൂ പറഞ്ഞിട്ട് എന്താണ് നടന്നത് എനിക്കറിയില്ല. യൂട്യൂബിൽ എത്രമാത്രം ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് റിയൽ ഓർഗൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പം എനിക്കൊന്ന് കോപ്പിറൈറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. സോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങളിപ്പം എൻ്റെ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. നമുക്ക് ആദ്യം ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, നോർമൽ അനാട്ടമി, ഹേർട്ടിൻ്റെ അനാട്ടമിയെ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ. നമ്മൾ ചെയ്തത് മൈറ്റൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക്കാണ്. അതായത് നമ്മുടെ മൈറ്റൽ വാൽവ് നമ്മുടെ ചീത്തയാവുമ്പോഴത്തേക്ക് ആ വാൽവിനെ റീപ്ലേസ് ചെയ്ത് ഒരു പ്രോസ്റ്റേറ്റ്, ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ യൂസ് ചെയ്ത് സിലിക്കൺ ആണ്, അത് വെച്ചിട്ട് ഈ വാൽവിന് ഫങ്ഷൻ ചെയ്യുന്നു. ഇതിൻ്റെ തിയറി എത്രമാത്രം ഞാൻ മനസ്സിലായ കാര്യമാണ് പറയുന്നത്, അല്ല ഞാൻ കുറേ അക്കാഡമിക്കലി ഞാൻ എനിക്കവിടെ മനസ്സിലായത്. അപ്പം ഇതാണ് ഈ ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്. സോ അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് സ്യൂച്ചറിങ് ടെക്നിക്ക് അറിയത്തില്ല. സോ അവർ ആദ്യമേ സ്യൂച്ചറിങ് കിറ്റ് കൊണ്ടുവന്ന് നമ്മളെ സിമ്പിൾ സ്യൂച്ചറിങ് പഠിപ്പിച്ചു. ഒറ്റ സ്യൂച്ചറിങ്ങേ പഠിപ്പിച്ചുള്ളൂ, അതിന് വേണ്ടി യൂസ് ആവുന്നത്. കാരണം ഇതൊരു 2 hours സെക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ഹേർട്ട് ഡൈസെക്റ്റ് ചെയ്തു, അതിൽ അനാട്ടമിയൊക്കെ കണ്ടു. ആൻഡ് ജോർജിയയിൽ എത്തിക്സ് പരമായിട്ട് ഈ സർജറി, ഈ ഡൈസെക്ഷൻ ഒന്നും നടക്കാൻ ചാൻസ് വെരി ലോ ആണ്. സോ പക്ഷേ ഇവരെനിക്ക് തോന്നുന്നു യൂസ് ചെയ്തിരിക്കുന്നത് ആനിമൽസിൻ്റെ ഹേർട്ടാണ്. സോ എത്തിക്സ് പരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അപ്പം ജോർജിയയിൽ ആക്ച്വലി വർക്ക്ഷോപ്പ് നടക്കും. ഞാൻ ആക്ച്വലി റിഗ്രറ്റ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചത് 3rd ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമ്മും ബേസിക്സ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഡൈസെക്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്കറിയാം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും എന്ന് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആക്കി വെച്ചത്. ആൻഡ് ഇന്ന് പോകാൻ വേറൊരു പ്രത്യേക കാരണമുണ്ട്.
അതിനാണ് ഫ്യൂച്ചർ ഫാക്ടറി എന്നെ ഇന്ന് എനിക്കിത് ഇൻവിറ്റേഷൻ കിട്ടിയാണ് ഫ്യൂച്ചർ ഫാക്ടറിന്ന്. സോ ആക്ച്വലി ഞാനൊരു ഫ്യൂച്ചർ ഫാക്ടറി സ്റ്റുഡൻ്റ് അല്ല, ബട്ട് ഐ ഡോ നോ, ഞാൻ ഇതുവരെയും എൻ്റെ വീട്ടിൽ അവരെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഹൗ ദ ടേക്കിംഗ് കെയർ ഓഫ് പീപ്പിൾ, ഹൗ ദ ടേക്കിംഗ് കെയർ ഓഫ് എവറി സ്റ്റുഡൻറ്റ്, ഈവൻ അവരുടെ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പോലും അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സോ താപ്ഷിക്കാക്ക് വലിയ ഒരു ഷൗട്ട് ഔട്ട് എന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തതിന്. കാരണം എനിക്കറിഞ്ഞത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ആക്ച്വലി. ആൻഡ് അഫ്സലിക്കയും വെരി വെരി ഹെൽപ്ഫുൾ ആണ്. വെരി ഫസ്റ്റ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് 1 year ആവുന്നു. എനിക്കിപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയക്കുവാണ്, ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്ന അഫ്സലിക്കായിട്ടാണ്. അഫ്സലിക്ക ആക്ച്വലി എന്നോട് ഇതുവരെ ചോദിച്ചിട്ടേ ഇല്ല ഇത് ആരുടെ ഏജൻറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. ഡിസ്പൈറ്റ് ഓഫ് ഓൾ ഏജൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ്, ഏത് ഏജൻറ്റാലും ഇക്കൊരു പ്രശ്നമില്ല. ഇക്കൊക്കെ സ്റ്റുഡൻറ്റ് സഫർ ചെയ്യുന്നുണ്ട്, ഓക്കെ, അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അത് ഞാൻ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈവൻ താപ്ഷിക്കാലും സെയിം ആണ്. അപ്പം കാരണം ഇപ്പം വേറെ ഏതെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ആയി നമ്മൾ വേറെ ആൾക്കാർ തോന്നുമ്പോൾ അവർ ആദ്യം നിങ്ങൾ ഏത് ഏജൻസിയാണ്, ഏജൻസിയോട് പറയും. അവരെല്ലാവരും അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. കാരണം അവർ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ഏജൻസി ആയിരിക്കും. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഫ്യൂച്ചർ ഫാക്ടറിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ഏത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ മൊമെൻറ്റിൽ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ 12 മണിക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അഫ്സലിക്കൊക്കെ മെസ്സേജ് 12:01 എനിക്ക് റിപ്ലൈ തരും. അത്രയും ഫാസ്റ്റ് റിപ്ലൈ ആണ് അഫ്സലിക്ക. ഞാനിത് ആക്ച്വലി ഞങ്ങളിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോ ഒരു ഇതിൽ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, എനിക്കത് ഇട്ടാൻ പറ്റില്ല. പിന്നെ ഞാൻ ചോദിച്ചു എന്നോട് അഫ്സലിക്ക ഓപ്പണായിട്ട് പറഞ്ഞു, നീ പറയണ്ട ഇങ്ങനെ ഓപ്പണായിട്ട് ആൾക്കാരോട്, ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നീ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എല്ലാവരും കാണിച്ചാൽ മതി. ഇപ്പം കുറേ കുട്ടികൾക്ക് ഇഷ്യൂ വരുമ്പോൾ ആക്ച്വലി ഞാനല്ല ഹെൽപ്പ് ചെയ്യുന്നവർ, അഫ്സലിക്ക അല്ലെങ്കിൽ താപ്ഷിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനൊരു ഫ്രണ്ട് ഫേസ് ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ വിചാരം ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഒരു മിനിറ്റ്. ആൻഡ് എനിക്കറിയാം ഈ വീഡിയോ ഇവരാരും കാണാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദം ബിക്കോസ് എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ 2 ആൾക്കാരാണ് ഇവിടെ. ഞാൻ കൂടുതലും കണക്റ്റ് ആയിട്ടുള്ള അഫ്സലിക്കാണ്. അഫ്സലിക്ക ഇങ്ങനെ ഐ ഡോ നോ, എനിക്ക് എന്താ പറയേണ്ടത് നടക്കില്ല അവരെ പറ്റി. അപ്പോൾ എന്തായാലും ഈ വട്ടം എന്നെ വിളിച്ച താപ്ഷിക്കാണ്. സീനാണ് എന്ന് വെച്ചാൽ ഇക്കൊക്കെ ഒരു കാര്യമില്ല എന്നെ വിളിക്കേണ്ടത്, ഞാൻ അവരുടെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നീ വാ, നിനക്കത് ഇതാകും, എന്താ ഹെൽപ്ഫുൾ ആകും, കുറച്ചുകൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആക്ച്വലി. ഇക്കടെ ആ കോളില്ലെങ്കിൽ ഞാൻ വരുത്തില്ലായിരുന്നു. ആൻഡ് ഞാൻ എന്തൊക്കെ പുതിയ കാര്യം പഠിച്ചത്, എൻലെസ് ഓഫ് കാര്യം ഞാൻ ഇന്ന് പഠിച്ചു. ആൻഡ് എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും വർക്ക്ഷോപ്പിന് പോകണം, ആ ഒരു മോട്ടീവ് വന്നു സത്യം പറഞ്ഞാൽ. സോ അപ്പം ഞാൻ ഇതുവരെ അവരുടെ ഒരു കാര്യം എൻ്റെ വീട്ടിൽ പണ്ടില്ല, ബട്ട് ദേ ആർ വർത്ത് മെൻഷനിങ് എന്ന് ഞാൻ പറയും കേട്ടോ. സോ അപ്പം അവർക്കൊരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ഉണ്ട്. ആൻഡ് ആക്ച്വലി എല്ലാം നൈസായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ചെയ്തേയില്ല. എജുഗ്രാമിൻ്റെ ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പാണിത്, പക്ഷെ അതിൽ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വർക്ക്ഷോപ്പ്, അതൊന്നും അല്ലേനു. സോ ഞാനിങ്ങനെ നല്ലത് പറയണമെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ നല്ലത് പറയാറുള്ളൂ. ബിക്കോസ് എനിക്കറിയാം കുറേ കുട്ടികൾ എൻ്റെ വീഡിയോ റിലേ ചെയ്ത് വരുന്ന കുറേ കുട്ടികളുണ്ട്, അവരെ ഡിസപ്പോയിൻമെൻ്റ് ആകാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഞാനും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. ഞാൻ ഫസ്റ്റ് ഇതിൽ വന്നപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിലും ഞാനും കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഫേക്ക് തിങ്സ്. അപ്പോൾ ഇതൊന്നും ഞാൻ യൂട്യൂബിൽ പറയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിവേയ്സ്, സോ ഇത്രയുമാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നടന്നത്. എനിവേയ്സ്, ഐ ലവ് ദിസ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല മക്കളെ, 10 or 20 ലാരി ആവത്തേ ഉള്ളൂ ഒരു വർക്ക്ഷോപ്പിന് പോയി അറ്റൻഡ് ചെയ്യുക. ഒന്നും പറയല്ല, അറ്റൻഡ് ചെയ്യുക. കാരണം അറ്റൻഡൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് ഔട്ട്സൈഡ് ദ യൂണിവേഴ്സിറ്റി. പിന്നെ കുറച്ച് ബേസിക് ഉള്ളതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ ഓക്കെ എനിക്ക് കത്തും. പിന്നെ അത് കഴിഞ്ഞ് കേസ് സ്റ്റഡി, ഈ ഡൈസെക്ഷൻ കഴിഞ്ഞിട്ട് അവർ കേസ് സ്റ്റഡി വെച്ചു. എന്നിട്ട് ആ കേസ് സ്റ്റഡി പ്രോപ്പറായിട്ട് എന്തൊക്കെ ചെയ്ത് അതെങ്ങനെയാണ് നമുക്കൊരു റിയൽ കേസ് വന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതേപോലെ ചെയ്തു തന്നു. ആൻഡ് നമ്മളിപ്പം 3rd year ആണ്, എനിക്ക് കുറച്ചും കൂടി നോളജ് ഉണ്ട്. സോ പക്ഷെ അവർ ഫസ്റ്റ് ഇയറിലെ കുട്ടി, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അപ്പം എൻ്റെ ടേബിളിൽ ഫസ്റ്റ് ഇയർ കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഇയർ കുട്ടിക്കൊന്നും അറിയത്തില്ല, ആ ഇൻസ്ട്രക്ടർ മനസ്സിലായി. സോ ദേ സ്റ്റാർട്ട് ഫ്രം ദ വെരി ഫസ്റ്റ് തിങ്, വെരി ബേസിക് തിങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ദോ അവർ ടൈം എടുത്ത് ഈ 2.5 മണിക്കൂർ പ്രോപ്പർ, ഐ തിങ്ക് 2.5 മണിക്കൂർ അവർ ക്യൂസ് എന്നൊക്കെ പറയത്തില്ല, ലൈക്ക് എവറിത്തിങ് അവർ ഇൻക്ലൂഡ് ചെയ്തു സെറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ മടി പിടിച്ചിരിക്കുക 20 ലാരി ആവോ 22 ലാരി ആവോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മാസം ഫുഡ് കഴിക്കുന്നതിൽ കൂടുതൽ പൈസ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പഠിത്തത്തിലും കൂടി പോട്ടെ. ബട്ട് ഇതൊരിക്കലും നിങ്ങൾക്ക് തോന്നത്തില്ല, ലൈക്ക് ഏത് വർക്ക്ഷോപ്പ് പറ്റുമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. അതെനിക്ക് ഇന്ന് മനസ്സിലായി. സോ ഇതൊരു വേസ്റ്റ് ഓഫ് മണി അല്ല. സോ ട്രൈ ടു അറ്റൻഡ് ഓൾ ദ വർക്ക്ഷോപ്പ്.
നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം അറ്റൻഡ് ചെയ്യുക. എനിക്കിത് ഇങ്ങനെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. സോ യാ ദാറ്റ്സ് ഇറ്റ്. ബൈ.